48 ടീമുകൾ, പുതിയ ഫോർമാറ്റ്, 3 രാജ്യങ്ങൾ ആതിഥേയം വഹിക്കുന്ന, ചരിത്രത്തിൽ ആദ്യമായിട്ട് 3 രാജ്യങ്ങൾ ആതിഥേയം വഹിക്കുന്ന വേൾഡ് കപ്പ്. ഫിഫ വേൾഡ് കപ്പ് 2026 ഇനി വെറും 187 ദിവസങ്ങൾ മാത്രമാണുള്ളത്. ജൂൺ 11 2026 ജൂൺ 11 ആദ്യ മത്സരം. ആദ്യ മത്സരത്തിന് പ്രത്യേകത ഉണ്ട്. 2010 നടന്ന അതേ ആദ്യ മത്സരം തന്നെയാണ് 2026 വേൾഡ് കപ്പിനും. സൗത്ത് ആഫ്രിക്ക വേഴ്സസ് മെക്സിക്കോ. അന്ന് കളി സമനിലയായിരുന്നു. അന്നത്തെ വേൾഡ് കപ്പ് കിരീടം ചൂടിയത് സ്പെയിനായിരുന്നു. ഇപ്രാവശ്യം സ്പെയിന് ഫേവറേറ്റ്സിലുണ്ട്. ടിക്കറ്റൊക്കെ നല്ല രീതി ഫുട്ബോൾ ലോകം പരിചയപ്പെടുത്തി കൊടുത്ത് ഒരു ആൾക്കാർക്ക് ആരാധകർക്ക് മറക്കാൻ പറ്റാത്തൊരു ലോകകപ്പ് ഇന്ന് 2010. അതേപോലെ 2026 ഒരു പുതിയ ടീം ഒരു കിരീടം നേടുന്നു കണ്ടറിയാം. അല്ലെങ്കിൽ സ്പെയിൻ തന്നെ നേടുമെന്നോ ആരാധകർ കാത്തിരിക്കണത് അതിനാണ്. അപ്പോൾ നമ്മൾ മെസ്സി ക്രിസ്ത്യാനോ ഒക്കെ നമ്മൾ താരതമ്യം ചെയ്യാറുണ്ട് ഒരുപാട് കാലമായിട്ട്. അപ്പോൾ ഇപ്പോഴത്തെ തലമുറ, പുതിയ തലമുറ അതേപോലെ തന്നെ താരതമ്യം ചെയ്യുന്ന 2 പ്ലേയേഴ്സാണ്. ഒന്ന് എംബാപ്പെ അല്ലെങ്കിൽ ഹാലൻഡ്. ഈ ലോകകപ്പിന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ അതെ, ഈ നോർവേ, അതായത് ഹാലൻഡിന്റെ രാജ്യമായ നോർവേയും എംബാപ്പന്റെ രാജ്യമായ ഫ്രാൻസും ഒരേ ഗ്രൂപ്പിലാണ്. തമ്മിൽ അതെ. ജൂൺ 27 തോന്നുന്ന അവർ തമ്മിലുള്ള മത്സരം. ആരാധകർ ഈ വേൾഡ് കപ്പിൽ ഗ്രൂപ്പ് റൗണ്ടിൽ ഏറ്റവും ആരാധകർ കാത്തിരിക്കുന്ന മത്സരവും ആ ജൂൺ 27 നടക്കണ നോർവേ ഫ്രാൻസ് പോരാട്ടത്തിനാകും. മാത്രമല്ല നമ്മൾ ഇംഗ്ലണ്ട് ക്രൊയേഷ്യ മത്സരം മറക്കരുത്. ഗ്രൂപ്പ് എല്ലിൽ ഇംഗ്ലണ്ടും ക്രൊയേഷ്യ ഒരു ഗ്രൂപ്പിലാണ്. അവർ തമ്മിലുള്ള മത്സരം ആരാധകർ കാത്തിരിക്കുന്ന ഒരു മത്സരമാണ്. അപ്പോൾ ഈ വേൾഡ് കപ്പിൽ പല ഗ്രൂപ്പുകളും നിർണായകമാണ്. വളരെ ശക്തമായ ഗ്രൂപ്പുകളാണ്. ചിലത് വീക്ക്. നമുക്ക് എന്തായാലും നമുക്കൊന്ന് എല്ലാ ഗ്രൂപ്പുകളും ഒന്ന് അനലൈസ് ചെയ്ത് നോക്കാം. അപ്പോൾ നമുക്ക് ഗ്രൂപ്പ് എ തന്നെ സ്റ്റാർട്ട് ചെയ്യാം. ഗ്രൂപ്പ് എയിൽ വരുന്നത് മെക്സിക്കോ, സൗത്ത് ആഫ്രിക്ക, സൗത്ത് കൊറിയ. ഈ 3 ടീമാണ് ഇപ്പോൾ അതെ ഗ്രൂപ്പിലുള്ളത്. ഇനി വരാൻ പോകുന്ന ടീം ഏതൊക്കെയാണ്? യൂറോപ്യൻ ആണ്. പ്ലേ ഓഫ് ഡി ആണ്. ഡെൻമാർക്ക്, ചെക്ക് റിപ്പബ്ലിക്, റിപ്പബ്ലിക് ഓഫ് അയർലാൻഡ്, നോർത്ത് മാസിഡോണിയ. ഇതിൽ ഇതൊരു ടീം കിടക്കുന്നതാണ്. ഡെൻമാർക്കിനാണ് കൂടുതൽ സാധ്യത. അവര് ശരിക്കും പറഞ്ഞാൽ അവര് ഡയറക്റ്റ് ലോകകപ്പ് യോഗ്യത നേടേണ്ടതെന്ന്. അവസാന മത്സരത്തിൽ സ്കോട്ട്ലാൻഡിനോട് ആ 4 മക്ടോമിനൊക്കെ ബൈസൈക്കിൾ ഗോളും ഒക്കെ ആ തോൽവിയിലാണ് ഡെൻമാർക്ക് 2ാം സ്ഥാനത്തേക്ക് പിന്തള്ളി ക്വാളിഫിക്കേഷനിൽ മാറിയത്. എന്നാലും ഡെൻമാർക്ക് തിരിച്ചു പോരും എന്നാണ് എൻ്റെ പ്രതീക്ഷ ഗ്രൂപ്പ് എ. അപ്പോൾ അത്യാവശ്യം നല്ല ഗ്രൂപ്പ് തന്നെയാണ് ഗ്രൂപ്പ് എ. അത്യാവശ്യം സത്യം പറഞ്ഞാൽ നമ്മൾ ഒരു ആൾക്കാർ ശ്രദ്ധിക്കാത്ത ഗ്രൂപ്പാണ്. ഗ്രൂപ്പ് എന്ന് വെച്ചാൽ 4 ടീമിനും എഴുതി തള്ളാൻ പറ്റാത്ത ടീംസാണ്. മെക്സിക്കോ നോക്കുകയാണെങ്കിലും, ദക്ഷിണാഫ്രിക്ക നോക്കുകയാണെങ്കിലും, ദക്ഷിണ കൊറിയ നോക്കുകയാണെങ്കിലും, ഞാൻ പറഞ്ഞ ഡെൻമാർക്ക് നോക്കുകയാണെങ്കിലും, ഡെൻമാർക്ക് അല്ലെങ്കിൽ മെക്സിക്കോ ഒക്കെ കാലാകാലങ്ങളായിട്ട് എല്ലാ വേൾഡ് കപ്പിലും നല്ല ഇമ്പാക്ട് ഉണ്ടാക്കുന്ന ടീമാണ്. നമുക്ക് എല്ലാ വേൾഡ് കപ്പിലും, കഴിഞ്ഞ വേൾഡ് കപ്പിലാണ് ഗ്രൂപ്പ് റൗണ്ടിൽ പുറത്തായത്. അതിന് മുമ്പ് വേൾഡ് കപ്പിലൊക്കെ ഗ്രൂപ്പ് റൗണ്ട് കടക്കുന്ന ഒരു ടീമായിരുന്നു. എനിക്കോ തന്നെ ഈ ഗ്രൂപ്പിൽ ഡെൻമാർക്ക് കിടക്കുന്നതാണ്. അപ്പോൾ 2 ടീമാണല്ലോ കടക്കുക പ്ലേ ഓഫിലേക്ക്. പിന്നെ ടോപ്പ് 8 ടീംസ്, 3 റാങ്കിലുള്ള ടോപ്പ് 8 ടീംസാണ് കടക്കുക. ഈ ഗ്രൂപ്പിൽ ഡെൻമാർക്ക് കയറിയിട്ട് ഡെൻമാർക്ക് 1ാം സ്ഥാനമാവും. പിന്നെ ആതിഥേയത്വം വഹിക്കുന്ന മെക്സിക്കോ 2ാം സ്ഥാനം എന്നാണ് ഇന്ത്യ കണക്കൂട്ടൽ. അപ്പോൾ നമുക്ക് ഗ്രൂപ്പ് ബിനെ കുറിച്ച് സംസാരിക്കാം. ഗ്രൂപ്പ് ബിയിൽ വരുന്നത് കാനഡ, സ്വിറ്റ്സർലാൻഡ്, ഖത്തറാണ്. പിന്നെ പ്ലേ ഓഫിൽ വരുന്ന പ്ലേ ഓഫ് ഇറ്റലി, വെയിൽസ്, നോർത്തേൺ അയർലാൻഡ്, ബോസ്നിയ. വളരെ നിർണായകമായിട്ടുള്ള ഒരു സാധനമാണ്. എൻ്റെ ഒരു ഒപ്പീനിയൻ വെച്ചിട്ട് ഇറ്റലി ഈ ലോകകപ്പും കളിക്കൂല എന്നാണ്. 3ാമത്തെ ലോകകപ്പിൽ അവർ കളിക്കൂല. തുടർച്ചയായി 3 ലോകകപ്പിൽ അവർ കളിക്കൂല. 4 തവണ ചാമ്പ്യന്മാരൊക്കെ ആയിട്ടുണ്ട്. അത്രയും ഫാൻസും അത്രയും സപ്പോർട്ട് നമ്മൾ കേരളത്തിൽ തന്നെ ഭയങ്കര സൂറിപ്പട എന്നൊക്കെ അറിയപ്പെടും. അത് വളരെ നഷ്ടമാണ്. അവർ ക്വാളിഫിക്കേഷനിൽ ആദ്യ കളി നോർത്തേൺ അയർലൻഡിനായിട്ട് ജയിക്കുന്നത് ഏകദേശം ഉറപ്പുള്ള കാര്യമാണ്. ഫൈനലിൽ കുറേ നേരിടുക വെയിൽസിനോടാണ്. വെയിൽസിനോട് വെച്ചാൽ അവരെ നാട്ടിൽ പോയി കളിക്കണം. അത് കുറച്ച് റിസ്ക്കാണ്. വെയിൽസിനോട് പോയിട്ട് അവരെ നാട്ടിൽ കളിക്കാൻ പറഞ്ഞാൽ. മാത്രമല്ല വെയിൽസ് സത്യം പറഞ്ഞാൽ ഈ ക്വാളിഫിക്കേഷനിൽ കടന്നത് തന്നെ ഒരു അത്ഭുതകരമാണ്. അവസാന കളി നോർത്ത് മാസിഡോണിയനെ 7 ഗോളിന് തോൽപ്പിച്ചിട്ടാണ് 2ാം സ്ഥാനത്ത് കടന്നത്. 3ാം സ്ഥാനത്ത് മിനിമം 4 ഗോളെങ്കിലും ജയിക്കേണ്ട കളിയാണ്. ആ മത്സരത്തിൽ 7 ഗോൾ അടിച്ചിട്ടാണ് ആ ക്വാളിഫിക്കേഷൻ റൗണ്ടിൽ കിടന്നത്. അപ്പോൾ വെയിൽസിൻ്റെ ഫോം ഭയങ്കര ഇതാണ്. അപ്പോൾ വെയിൽസ് ഗ്രൂപ്പ് റൗണ്ടിലേക്ക് കടക്കുന്നതാണ് എനിക്കൊരു സാധ്യത. അപ്പോൾ ഈ ഗ്രൂപ്പ് ബിന്ന് ആദ്യ 2ാം സ്ഥാനക്കാരായിട്ട് വരുന്നത് എനിക്ക് തോന്നുന്നത് ഒന്ന് സ്വിറ്റ്സർലാൻഡും പിന്നെ ഇറ്റലി ആയിരിക്കും. ഇറ്റലി യോഗ്യത നേടുകയാണെങ്കിൽ ഇറ്റലി ഉണ്ടാവും. നമ്മൾ ഏറ്റവും കൂടുതൽ ആകാംക്ഷയോടെ കാത്തിരിക്കുന്ന ഒരു ഗ്രൂപ്പാണ്. അതായത് എല്ലാവരുടെയും കണ്ണുകൾ പതിക്കുന്ന ഒരു ഗ്രൂപ്പാണ് ഗ്രൂപ്പ് സി. ബ്രസീൽ, കാനറിപ്പടുള്ള ഗ്രൂപ്പ്. അപ്പോൾ അതിൽ വരുന്നത് ബ്രസീൽ, മൊറോക്കോ, സ്കോട്ട്ലാൻഡ്. 4ാമത്തെ ടീമായിട്ട് ഹെയ്ത്തി ഉണ്ട്. നമുക്ക് മൊറോക്കോയുടെ കാര്യം തന്നെ പറയാം. കഴിഞ്ഞ ലോകകപ്പിൽ അവരെ മുന്നേറ്റം എല്ലാവരും അത്ഭുതപ്പെടുത്തിയത്. സെമി വരെ മുന്നേറി. അതും സെമി വരെ ഓപ്പൺ പ്ലേയിൽ ഒരൊറ്റ ഗോൾ കൺസിഡർ ചെയ്താണ് അവർ മുന്നേറിയത്.
പിന്നെ സ്കോട്ട്ലാൻഡ് അവരെ കടന്നു വരും, ലോകകപ്പിലേക്കുള്ള കടന്നു വരും, അത്ഭുതകരമാണ്. അവസാന മത്സരത്തിൽ ഡെൻമാർക്കിനെ അവസാന നിമിഷങ്ങളിലെ ഗോളാണ് അവർ ലോകകപ്പൊക്കെ എത്തിയത്. പിന്നെ മൊറോക്കോ ആണെങ്കിൽ കഴിഞ്ഞാൽ ലോകകപ്പ് എല്ലാവരും അത്ഭുതപ്പെടുത്തിയ ഒരു ടീമാണ്. അതെ, വളരെ നിർണായകമായിട്ടുള്ള സെമി വരെ മുന്നേറി, സെമി ഫൈനൽ വരെ മുന്നേറി. അത് ആദ്യം ആഫ്രിക്കൻ ടീം സെമി വരെ മുന്നേറിയ. മാത്രമല്ല ഓപ്പൺ പ്ലേയിൽ ഒരു സെമി വരെ വഴങ്ങിയത് ഒരൊറ്റ ഗോളാണ്. ഓപ്പൺ പ്ലേയിൽ വഴങ്ങിയിട്ട് ഒരു ഗോൾ പോലും വഴങ്ങിയിട്ടില്ല. സെൽഫാണെന്നാണ്, സെൽഫ് പെനാൽറ്റി ആയിട്ടാണ് അന്ന് വഴങ്ങിയത് തോന്നുന്നത് സെമി വരെ. പിന്നെ സെമിയിലാണ് ഫ്രാൻസിനായിട്ട് 2 ഗോളിന് തോറ്റത്. പിന്നെ സ്കോട്ട്ലാൻഡ് നോക്കുകയാണെങ്കിലും അവസാനം വെച്ച് കയറിയ ടീമാണ്. നെപ്പോളിയൻ മക്ടോമിനെ ഒക്കെ കളിക്കുന്ന ക്ലബ്ബാണ്, രാജ്യമാണ് സ്കോട്ട്ലാൻഡ്. അന്ന് ഡെൻമാർക്കിലെ കളി ആരാധകർ ഇന്നും ഓർത്തിരിക്കുന്ന ഒരു കളിയാണ്. സ്കോട്ട്ലാൻഡ് ആരാധകർക്ക് മറക്കാൻ പറ്റാത്ത കളിയാണ് അവർ അവസാന കളി. സ്കോട്ട്ലാൻഡിൽ ഡെൻമാർക്കിനെ 4-2 തോൽപ്പിച്ചത്. അങ്ങനെയാണ് അവർ വേൾഡ് കപ്പൊക്കെ എത്തുന്നത്. ഇപ്പോൾ ഹെയ്ത്തിനെ കുറിച്ച് പറയുമ്പോൾ ഹെയ്ത്തിയിൽ വളരെ വലിയ പ്രശ്നങ്ങൾ, ആ രാജ്യത്ത് വളരെ വലിയ പ്രശ്നങ്ങൾ നടക്കുന്നുണ്ട്. എന്നിട്ട് അവർ കളിച്ചത് ഒരു ഹോം സ്റ്റേഡിയം അവർക്കില്ല, അവരുടെ സ്വന്തം രാജ്യത്തല്ല അവർ കളിച്ചത്. അവർ ഈ കുറസാവോ എന്ന് പറഞ്ഞ രാജ്യത്ത് പോയിട്ടാണ് അവർ കളിച്ച് യോഗ്യത നേടുന്നത്. അത് വളരെ വലിയൊരു സംഭവമായിട്ടല്ലേ നമ്മൾ തോന്നുന്നത്. കാരണം പിന്നെ അതുപോലെ തന്നെ അവരെ കോച്ച് ഡയറക്റ്റ് ആയിട്ട് ഇൻവോൾവ് ആയിട്ടില്ല അവരുടെ ഒരു മത്സരങ്ങളിലും. അതൊക്കെ വെച്ച് നോക്കുമ്പോൾ അവർ വേൾഡ് കപ്പ് ക്വാളിഫൈ ചെയ്തു, ഇത്രയും മുന്നേറി. എടുത്തു പറയേണ്ടത് അവരുടെ പെർഫോമൻസ് എടുത്തു പറയേണ്ടതാണ്. പക്ഷേ ബാക്കി ഗ്രൂപ്പിൽ മറ്റേ 3 ടീംസ് എന്ന് പറയുന്നത് സ്കോട്ട്ലാൻഡ്, ബ്രസീൽ, മൊറോക്കോ. എനിക്കൊന്നും അവരുടെ മുമ്പിൽ എത്രത്തോളം പൊടിച്ചു നിൽക്കാൻ പറ്റുമെന്ന് ഒരു ഉറപ്പില്ല. കാരണം മിക്കവാറും 3 കളിയിൽ ഒരു 4 ഗോളിൻ്റെ ഡിഫറൻസിൽ അവർ തോൽക്കാൻ ചാൻസ് ഉണ്ട്. എല്ലാ കളിയിലും 4 ഗോൾ. മാത്രമല്ല ആ ഗ്രൂപ്പിൽ നിന്ന് ഒരു മികച്ച 3 സ്ഥാനക്കാർ കയറാനും ചാൻസ് ഉണ്ട്. കാരണം ഗോൾ ഡിഫറൻസിന്റെ ബലത്തിലും 3 സ്ഥാനക്കാർക്ക് ലഭിക്കാൻ കൂടുതൽ അവസരമാണ് ആ ഗ്രൂപ്പിൽ നിന്ന്. അതിൻ്റെ ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യാൻ പറ്റിയ സ്കോട്ട്ലാൻഡിനാവും മിക്കവാറും. സ്കോട്ട്ലാൻഡിനൊരു ഭാഗ്യമുണ്ട് എന്ന് പറയാം. മാത്രമല്ല നമ്മൾ കേരള ബ്ലാസ്റ്റേഴ്സ് കളിച്ച ഡെക്കന്നേഴ്സിന് ഒരു വേൾഡ് കപ്പ് കളിക്കാൻ പോവാണ്. വലിയൊരു സംഭവമാണ്. ഒരു ആരാധകര്, കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ഒരു ആരാധകരും ആ എഴുതി കളിക്കണ ആ വേദിയിൽ പന്ത് കിട്ടാൻ കാണാൻ ആഗ്രഹിക്കുന്നുണ്ട്. ഡെക്കന്നേഴ്സൻ എന്ന താരം. അതിൽ മിക്കവാറും 1ാം സ്ഥാനം ബ്രസീൽ, 2ാം സ്ഥാനം മൊറോക്കോ. അതാണ് എൻ്റെ ഒരു അങ്ങനെ തന്നെ വരുള്ളൂ. പിന്നെ സ്കോട്ട്ലാൻഡ് ഈ ഗോൾ ഡിഫറൻസ് വെച്ച് നോക്കുമ്പോൾ 3ാം സ്ഥാനക്കാരായിട്ട്. നമ്മൾ തള്ളിക്കളിയല്ല, ഈ അവസ്ഥ വെച്ച് പറയുകയാണ്.